നോക്കിയപ്പോ ഒരെണ്ണം ഇത്തിരി സ്റ്റാൻഡേർഡ് ഉള്ളതിനെ കണ്ടതാണ് നോഹ. അവനെ മാത്രം ജീവിക്കാൻ അനുവദിക്കാമെന്ന് കർത്താവ് നിശ്ചയിച്ച് ബാക്കിയുള്ളവരെ ഒക്കെ കൊല്ലാനും നിശ്ചയിച്ച്. നമുക്കറിയാലോ കഥ. പെട്ടകം ഉണ്ടാക്കി എല്ലാത്തിനെയും തടുത്തു കൂട്ടി അകത്ത് കയറ്റി. ആകാശത്തിന്റെ വാതിലുകൾ കർത്താവ് തുറന്നിട്ട് കനത്ത മഴ പെയ്ത് വെള്ളം പൊങ്ങി. നോഹയും കുടുംബവും കൂട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. വെള്ളത്തിന്റെ മുകളിൽ ഒഴുകി നടന്ന് അവസാനം പെട്ടകം മലപ്പുറത്തുറച്ച്, നമ്മുടെ മലപ്പുറമല്ല, മലയുടെ പുറത്തുറച്ച്. പുറത്തിറങ്ങിയ നോഹ ആദ്യം എന്ത് ചെയ്തു എന്ന് ഉൽപ്പത്തി 19 എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ചെയ്ത നോഹ? കൃഷി ചെയ്യാൻ തുടങ്ങി. അവൻ ജാതിയും കവുങ്ങും റബ്ബറും ഒന്നും അല്ല വെച്ചത്. എന്താ നോഹ കൃഷി ചെയ്തത്? മുന്തിരിയാണ്. കക്ക് പറിച്ച് വിഞ്ഞുണ്ടാക്കി, മൂക്കറ്റം കുടിച്ച്. ഉൽപ്പത്തി 19 സൈക്കില്ലത് വായിക്കുമ്പോ. ഡീസന്റ് പാർട്ടി കിടക്കണ കിടക്കും പറ്റ് പിടിച്ച് പൂര പറ്റായിപ്പോ ഉടുതുണിയും പറിച്ചു കിടക്കും. പുള്ളി മലന്ന് കിടന്നെന്നാ പറയണേ. കമന്നണങ്ങ പിന്നെ സഹിക്കും. വല്ലാത്തൊരു കിടപ്പായിരുന്നു നോക്കട്ടെ. നീതിമാനായ നോക്കട്ട. സ്റ്റാൻഡേർഡ് ഉള്ളവന്റെ കാര്യമാണ് ഈ പറയണത്. തിരിവർക്കത്തുള്ളവന്റെ കാര്യം. തന്തയുടെ കിടപ്പ് കണ്ട് സഹിക്കാൻ പറ്റാണ്ട് പിള്ളേര് തോർത്തുകൊണ്ട് കൊണ്ടുപോയി പുറകോട്ട് നടന്നു ചെന്ന് പുതപ്പിച്ചു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. വളരെ മോശമാണ്. നോഹ, നീതിമാനായ നോഹ, ഒരെണ്ണത്തിനെ രക്ഷിക്കാൻ തമ്പുരാൻ തെരഞ്ഞെടുത്താണ്. ഒരെണ്ണം. അവന്റെ കാര്യം, ബാക്കിയുള്ളവരുടെ കാര്യം പറയണം കാര്യമില്ല. അബ്രാഹം 90 വയസ്സ് വരെ മക്കളില്ലാതിരുന്നവൻ. ഷണ്ടൻ. മക്കളില്ലാത്തവന് സമൂഹം കൽപ്പിക്കണ വില എന്താ? ഇന്നുപോലും അവന്റെ മനസ്സിന് എന്തൊരു ഭാരമാണ് മക്കളില്ലാത്തവരെ. ഇങ്ങനെയാ ലോകം നോക്കിക്കാണുക. ഇതുമാത്രം വേദനിച്ച് നടന്നവൻ അബ്രാം 90ാമത്തെ വയസ്സിലാണ് അവന് കൊച്ചിനെ കിട്ടിയത്. ലോകത്തിന്റെ മാനദണ്ഡം വെച്ച് നോക്കുമ്പോ അബ്രാഹത്തിന് ഒരു സ്റ്റാൻഡേർഡും ഇല്ല. യാക്കോബിന്റെ കാര്യം നിങ്ങൾക്കറിയാലോ. വയറുവായുസം, രോമക്കുപ്പായം, 7-14 കൊല്ലമുള്ള പണി, 2 എണ്ണത്തിനെ കെട്ടി, എന്തെല്ലാം പരിപാടികൾ അവൻ കാണിച്ച്. യാക്കോബ് പേരുപോലെ തന്നെ സ്വഭാവം. കുതുകാല് വെട്ടി, കാലുവാരി, ചതിയൻ, വഞ്ചകൻ. അതൊക്കെയാണ് യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം. ജേക്കബ് എന്ന് പേരുള്ളവർ ക്ഷമിക്കണം, എന്റെ പേര് അത് തന്നെയാണ്. യാക്കോബ് ഒന്നിനും കൊള്ളില്ല. 100 പോരായ്മയുള്ള. അതിന് ഗുണമുണ്ട് കേട്ടോ, അത് വേറെ. കർത്താവ് കൈ തൊട്ടപ്പോ വകുപ്പൊക്കെ മാറി. ഞാൻ തമ്പുരാൻ തുടനേക്കാളും മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. യാക്കോബ്. ദാവീദിന്റെ കാര്യം ഞാൻ പറയണ്ടല്ല. പാവം പെണ്ണ് കുളിക്കാൻ സോപ്പും കൊണ്ടുപോയുള്ളൂ. അവൻ പെട്ടു. ദാവീദ്, സോളമൻ, അറിയാലോ കഥ. ജെറമിയ, ഓസിയ, പോന്നോട്ടെ. പത്രോസ് 3 കൊല്ലം കൂടെ നടന്നു ശമയാൻ. 3 കൊല്ലം കഴിഞ്ഞിട്ടും അവന്റെ എളിയിൽ വടിവാളുണ്ടായിരുന്നെന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അവൻ വാളൂരി വീശി. ശമയാൻ സ്നേഹത്തിന്റെ പ്രമാണം മുഴുവൻ പഠിച്ചവൻ ടീച്ചർ. വാളൂരി വീശി പത്രോസ്. ഉന്നം നല്ലതായതുകൊണ്ട് ചെവിയാ പോയുള്ളൂ. തല കൊണ്ടതാണ്, ചെവി നോക്കിയല്ല വീശിയത്. യോഹന്നാൻ, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണ്. എന്ത് വാചാലമായിട്ട് യോഹന്നാൻ എഴുതുക. എന്നാൽ യോഹന്നാന്റെ ലേഖന ഭാഗമൊക്കെ വായിക്കേണ്ടതാണ്. ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണ്. സ്നേഹിക്കുന്നവൻ ദൈവത്തിലാണ്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ കണ്ടിട്ടില്ല. അടുത്തു നിൽക്കുന്ന സഹോദരനെ സ്നേഹിക്കാണ്ട് അകലെയിരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നവൻ കള്ളം പറയുന്നു. എന്ന സെറ്റപ്പ് ഡയലോഗൊക്കെ പ്രിയപ്പെട്ടവരെ യോഹന്നാൻ എഴുതുന്നത്. ഗംഭീരവാചകം. അത് നോക്കിയിട്ടാണ് നമ്മുടെ നാട്ടില് ചില ഹൈന്ദവര് പോലും ഇപ്പൊ പ്രസംഗം പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം, ലേഖനം പ്രത്യേകിച്ച്. പക്ഷെ ഈ യോഹന്നാൻ പറഞ്ഞൊരു വാചകം ബൈബിളിലുണ്ട്. കർത്താവ് 72 പേരെ ഈ 2 എണ്ണാക്കി തിരിച്ച് എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു വിട്ടു. അടുത്തുള്ള പട്ടണങ്ങളിലൊക്കെ സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞു വിട്ടു. ഏതാണ്ട് അല്ലറ ചില്ലറ തരികട കാണിക്കാനുള്ള അധികാരവും കൊടുത്തു. ഈ 2 എണ്ണങ്ങൾ തെണ്ടിപ്പറയ്ക്ക് അവിടെ ഇവിടെയൊക്കെ അതും ഇതൊക്കെ പറഞ്ഞ് തിരിച്ചു വന്ന് പ്രോജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ച്. കർത്താവ് അവിടെ പിശാചുക്കൾ തലകുത്തി വീഴുന്നു, ഇവിടെ കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, സെറ്റപ്പ് പരിപാടിയാണ്. എല്ലാം കേട്ടുകൊണ്ട് നിൽക്കണതിന്റെ ഇടയിൽ 2 എണ്ണം വന്നിട്ട് പറഞ്ഞ്, ഒരു ഇടവകക്കാര് ഞങ്ങൾ പറഞ്ഞതൊന്നും കേട്ടില്ലട്ടാ, അവര് ഞങ്ങളെ ശ്രദ്ധിച്ചില്ല,
അവര് ഞങ്ങളെ ഗൗനിച്ചില്ല, അങ്ങയുടെ വചനത്തിന് ചെവി തന്നില്ല. ഇതൊക്കെ കേട്ടുകൊണ്ട് സൈഡിൽ നിന്ന യോഹന്നാൻ പറയുന്ന ഒരു വചനം മർക്കോസിന്റെ സുവിശേഷത്തിൽ. യോഹന്നാൻ എന്താ പറഞ്ഞതെന്ന് അറിയാം? നിങ്ങൾക്കറിയാം? കർത്താവേ, ആകാശത്തു നിന്ന് അഗ്നി ഇറങ്ങി ആ നാട്ടുകാരൻ മുഴുവനും തട്ടിക്കളയാൻ ഞാനൊന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ. നിങ്ങൾ പറ, അവന്റെ ഉള്ളിലിരിപ്പ് എന്താണ്? ദൈവം സ്നേഹം എന്ന് പറഞ്ഞ